സമാ എന്ത് പരിപാടി? സമാ എന്ത് ചെയ്യണേ? നമ്മളുടെ പഴത്തെരൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഇമ്മയും ഞാനും താത്തയും, താത്ത ക്യാമറമാനായി നിൽക്കുന്നു. ഇമ്മയും ഞാനും ഇപ്പയും തകൃതിയായി തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പാൻ്റെ ഒന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇത് മൊത്തം ഇപ്പയാണ് തെരഞ്ഞത്. ഞങ്ങൾ കുറച്ച് കൂടി സഹായിച്ചതേ ഉള്ളൂ. ശരിക്കും പറയണം, അതാണ് റിയാലിറ്റി. പിന്നെ ഞങ്ങൾ ഓരോന്നെടുത്താണ്ട് കൊടുക്കും. അപ്പോൾ ഇമ്മയും തരയും ഞാനും തരയും. പൗതി എത്തുമ്പോൾ ഇപ്പോൾ കൊണ്ടുപോകും. അതായത് നമ്മൾ തെരവ് വരാൻ ഞാനിപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ സ്കൂട്ടിമ്മയാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിരത്തി ഇപ്പോൾ ഊഞ്ഞാൽമ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇമ്മതാ വേസ്റ്റ് പയറുകൾ, അതായത് നമ്മൾ തെരവ് പയറുകൾ എടുത്തുകൊണ്ട് നുറുക്കി എരിയുന്നുണ്ട്. കാരണം ഇമ്മക്ക് ഫുഡ് ഉണ്ടാക്കാൻ രാത്രി വല്ലതും വേണ്ടേ, അത് കരുതിയിട്ട് ഇമ്മ എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇമ്മക്ക് പയർ വളരെ ഇഷ്ടമാണ്, നല്ല പയറുമാണ്. അതുകൊണ്ട് ഇമ്മ ഉണ്ടാക്കണം കേട്ടോ, വേറൊന്നുകൊണ്ടല്ല. കേട്ടില്ലേ പറയുന്നത്? ഇമ്മക്ക് പയറിനോട് വലിയ താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാ നമ്മൾ തകൃതിയായി മത്സരം അവസാനിക്കുക കേട്ടോ. പെട്ടെന്ന് കഴിഞ്ഞു എന്ന് ആലോചിച്ചപ്പോൾ സങ്കടം. ഞങ്ങൾക്ക് പയർ തരുന്നത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാ പയർ ഞങ്ങൾ തെരഞ്ഞുകൊണ്ട് കേട്ടോ. ഞങ്ങളെന്താ പിന്നെ ഇപ്പോൾ കുറേ പൗതി തിരഞ്ഞു വെച്ചിരിക്കണം, അതാണ് പ്രശ്നം. ഇല്ലെങ്കിൽ ഞങ്ങൾക്കും കൂടായിരുന്നു. ഞങ്ങളാകെ തുള്ളിയേ കൂടിയിട്ടുള്ളൂ. ഇതൊക്കെ അടുത്ത സ്റ്റാഫുകളാണ്. ഉമ്മ പറഞ്ഞ ഞങ്ങൾ കേട്ടില്ലേ? സ്റ്റാഫുകൾ വേറെ ആരുമില്ല. അലിബായി നാട്ടിൽ പോയി. പിന്നെ നമ്മൾ അർസൽ ബായി ഇവരൊക്കെയാണ് ഇത് ഇറക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സർക്കസ് കളിച്ചിട്ട് താത്ത എടുക്കും ഞാൻ വിചാരിച്ചില്ല. താത്തനിക്കിട്ട് പണിയൊന്നു. ഇപ്പോൾ തരവയർ ഓരോന്ന് കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നാട്ടുകാർക്കും നമുക്ക് കൊടുക്കാനുള്ളതാണ്, അവർക്കും കൊടുക്കണ്ടേ, രാത്രി അവർ നിന്നോട്ടെ അല്ലേ. 30-20 നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആകെ 2 പേര് വേറെ ഇതിലുണ്ടായിട്ടുള്ളൂ. പയർ കിട്ടുന്നതനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച് കേട്ടോ പയർ മുക്കുക, തേവ് പയറുകൾ. മറ്റു പയറുകൾ നമ്മൾ പീടികയിലേക്കാണ് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പം അംസക്കുട്ടിയാക്കുമ്പോൾ പോയിട്ടാണ് ഇത് ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ. എന്ന് വെച്ചാൽ അവിടെ കൊണ്ട് ഇറക്കുന്നത്, അറക്കുകയല്ല അറക്കുന്നത് എന്ന് വെച്ചാൽ പീടി കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് പൈസയോട് മേടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പീപ്പികൾ കുളിച്ച് ഫ്രഷായി ഇരിക്കുന്നുണ്ട് കേട്ടോ. വള്ളത്തിലൊക്കെ കുളിച്ച് നല്ല സുന്ദരമായിരിക്കുന്നുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവിടുത്തെ പയറുവള്ളിയായി പോയി തിന്നിട്ടാണ് പണി കേട്ടോ. എനിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് ഞാനവിടെ കയറി മറിയാതെ ചെയ്യാൻ എൻ്റെ പണി. ഇമ്മതാ തരപയറുവാണോ ചോദിച്ച് പോകുന്നുണ്ട്. ഞാനും പോയി. ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, വേറെ കാര്യം, വെറുതെ പോവായിരുന്നേ. അതല്ല കേട്ടോ, ഇമ്മ എന്തായാലും താത്താനോടില്ലായിരുന്നു. അപ്പം നമ്മളും പോണില്ലായിരുന്നു, ഇത്രേ ഉള്ളൂ. ഇമ്മ തകൃതിയായി നുറുക്കുന്നുണ്ടില്ലേ. ഇമ്മ നുറുക്കൽ പരിപാടി ആരംഭിച്ചിരിക്കുന്നു. ഇത്രയും പേര് ഉമ്മാക്ക് നുറുക്കല്ല കേട്ടോ. ഉമ്മാക്ക് ഒരു മടിയില്ല നുറുക്കണേ.